ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു തട്ടിക്കൂട്ട് കടലക്കറി വെച്ചാലോ. ഒരല്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മുടെ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും സവാളയും അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഒരു സവാള, അര ഇഞ്ചി, 4 വെളുത്തുള്ളി അങ്ങനെയൊന്നുമില്ല. വീട്ടിൽ കൈ കിട്ടി കണക്കിന് അത്രയേ ഉള്ളൂ. ഒരു 4 ഞങ്ങൾക്ക് എരിവ് ഇച്ചിരി കൂടുതൽ വേണം. 4-5 പച്ചമുളക് ഇട്ടു, ഒരു സവാള കുനുകുനാന്ന് അരിഞ്ഞിട്ടു, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടു, അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ടിട്ട് 2 ഇളക്ക്, കറിവേപ്പില ഇട്ടു, ഒരു 5 കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ. സാധാരണ നമ്മളൊക്കെ കടലക്കറി വയ്ക്കത്തില്ലേ, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. കടുക് പൊട്ടിച്ചിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും മാറ്റി വരുമ്പോഴേക്കും കുറച്ച് മുളക് പൊടി, നമ്മുടെ എരിവിനുള്ള മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാം. എപ്പോഴും നമ്മൾ ഇതിനകത്തേക്ക് പച്ചവെള്ളം ചേർക്കരുത്. ഈ പൊടികളൊക്കെ മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ കടല വേവിക്കുന്ന വെള്ളമില്ലേ, ആ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് ആ പൊടികളൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. കടലയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നല്ല തിളച്ചില്ലേ, തിളച്ച പൊടിയൊക്കെ നന്നായിട്ട് ആയിട്ടൊന്ന് യോജിച്ചു. ഇനിയുള്ള കടലപ്പൊടി നമുക്ക് വാരി തട്ടാം. വെള്ളക്കടല, കാബൂളി കടലയാണ് ഞാൻ വേവിച്ചത്. കുക്കറിനകത്തിട്ട് 1-2 വിസിൽ കേൾപ്പിച്ചേ ഉള്ളൂ. അപ്പോൾ അത് തട്ടിക്കൊടുത്തു. അപ്പോൾ അത് ഇവിടെ കിടന്ന് നല്ല തിളച്ച് ഈ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആയിട്ടൊന്ന് യോജിച്ചൊന്ന് സെറ്റാവണം. ഒന്ന് തിളക്കട്ടെ. ആ സമയത്തേക്ക് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ടേ. വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ വെള്ളം പോലെ കിടക്കുമല്ലേ. അപ്പോൾ നമുക്ക് ഇത്തിരി തേങ്ങ കൂടി നമുക്ക് ഇതിലേക്ക് അരച്ച് ചേർക്കാം. ചില ആൾക്കാരകത്തേക്ക്, ചില ആൾക്കാർ നല്ല നമ്മളൊക്കെ ചില സമയത്ത് കടല അരച്ച് ചേർക്കാറുണ്ട്, ചില സമയത്ത് തേങ്ങ അരച്ച് ചേർക്കും, ചിലപ്പോൾ തേങ്ങ പാൽ ചേർക്കും. ഏതാണോ യുക്തി, സമയത്ത് ഏതാണോ കൈ കിട്ടുന്നത്. ഇപ്പോൾ എനിക്ക് ഇത്തിരി തേങ്ങ ഉണ്ടായിരുന്ന കയ്യിൽ, ഒരു 2-3 ടേബിൾ സ്പൂൺ അത്രയേ ഉള്ളൂ. ഒത്തിരി കട മൂട്ടി പറ്റാൻ പോലും ഇല്ല. അതങ്ങ് വെള്ളം ഒഴിച്ച് അരച്ചിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ആ മിക്സർ ജാറും അങ്ങോട്ട് കഴുകി അങ്ങോട്ട് ഒഴിക്കുക. അப்புறம் അല്പം ടേസ്റ്റുമായി, തിക്നെസ്സുമായി. ഇന്നിപ്പോൾ കടലൊന്നും ഞാൻ അരയ്ക്കാൻ തന്നിട്ടില്ല, തേങ്ങ മാത്രമേ അരച്ചിട്ടുള്ളൂ. നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഒരല്പം ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഴിയും. അപ്പോൾ ഈ കടലക്കറി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മളിവിടെ ഇതിപ്പോൾ പുട്ടിനുള്ള കടല കേട്ടോ, അപ്പോൾ കുറച്ച് ചാറ് വേണം. അതുകൊണ്ടാണ് ഇത്ര നീട്ടിയെടുത്തേക്കുന്നത്. അപ്പത്തിനൊക്കെ ആകുമ്പോൾ ഇത്ര വേണ്ട, കുറച്ച് കുറുകിയിരിക്കണം. പുട്ടിനാകുമ്പോൾ കുറച്ച് ഗ്രേവി വേണമല്ലോ, ചാറായിട്ട് വേണമല്ലോ. കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഇളക്കി ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിനും ഇട്ട് കഴിഞ്ഞാൽ ഭേഷ്. ഓക്കെ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തട്ടിക്കൂട്ട് കടലക്കറി. അപ്പോൾ ഇത് ട്രൈ ചെയ്യുക. പെട്ടെന്ന് കൂട്ടിയെടുക്കുന്നത് ആ കടലക്കറി ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ. നന്നായി തിളയ്ക്കുമ്പോഴേക്കും ഒരല്പം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് തീ ഓഫ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഉണ്ടോ, ഗ്രേവിയൊക്കെ നല്ല നമുക്ക് ആവശ്യത്തിനുള്ള ചാറാക്കി എടുക്കാം. അപ്പം നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. പുട്ടുമായിട്ട് ഒരു പിടുത്തം പിടിക്കാം. Have a nice day. Bye bye.